ഹലോ ഗായ്സ്, വെൽക്കം ടു മിൽച്ച വ്ളോഗ്സ്. അങ്ങനെ ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ലണ്ടനിൽ നിന്നൊക്കെ വിട്ട് UK തന്നെ കുറച്ച് ദൂരേക്കുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഒരു കൺട്രി സൈഡാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. പോണേൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളതും ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ വീഡിയോയുടെ അവസാനം പറയാം. ഞങ്ങൾ UK വന്നിട്ടിപ്പം 3 വർഷം ആകാറായി. ഇതുവരെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ലണ്ടനിൽ തന്നെയാണ്. ലണ്ടൻ വിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല ആക്ച്വലി. ലണ്ടൻ എന്ന് വെച്ച് പറയുമ്പോൾ അറിയാമല്ലോ, നല്ല തിരക്കുള്ളൊരു സിറ്റിയാണ്. ഭയങ്കര എപ്പോഴും റഷാണ്, ഭയങ്കര ട്രാഫിക്കും, ഭയങ്കര ആൾക്കാരെല്ലാവരും ഭയങ്കര തിരക്ക് പിടിച്ചുള്ള ഓട്ടോ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പം ഇത് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. വളരെ കണ്ണിന് കുളിർമയേകുന്ന നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ UK ഈ ലണ്ടൻ്റെ പുറത്തേക്ക് പോകുമ്പോഴുള്ള സ്ഥലങ്ങൾ. വളരെയധികം ഇഷ്ടപ്പെട്ട ഈ സ്ഥലങ്ങളൊക്കെ എല്ലാം. എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള കുറേ മരങ്ങളും കുറേ പച്ചപ്പും ഹരിതാപവും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇന്ന് സൂര്യനെ കുറിച്ച് എത്തുന്നുണ്ട്. നല്ല എല്ലാം കൊണ്ടും നല്ലൊരു ക്ലൈമറ്റാണ്. തണുപ്പുണ്ട് എന്നാലും. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സിലാണ്. ഇവിടെ UK മറ്റൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേ യൂണിറ്റിയാണ്. എല്ലാം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിലാണ്. ബിൽഡിങ്സ് ആണെങ്കിലും സ്ട്രീറ്റ്സ്, റോഡുകൾ, എല്ലാ സംഭവങ്ങളും നല്ല ഒരു ഒരേ യൂണിറ്റി കീപ്പ് ചെയ്യാറുണ്ട് അവർ. നല്ല വളരെ ഭംഗിയുള്ളൊരു സ്ഥലങ്ങളാണ്. എല്ലാ ബിൽഡിങ്സ് അടക്കം എന്ത് കണ്ടാലും നല്ല ഭംഗിയാണ്. ഇതിപ്പം ഞങ്ങളിരിക്കുന്നത് ഇപ്പോൾ ഒരു ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈഫും കുട്ടിയും ഉണ്ട് അടുത്ത് തന്നെ. അങ്ങനെ ഇതൊരു ടൗണിലേക്ക് എത്തി. ഇതൊരു ടൗൺ ഏരിയ ആണ്. സ്ഥലം ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. കണ്ടോ, കംപ്ലീറ്റ് പച്ചപ്പാണ്. ഒരു കുന്നിൻപുറം ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഞങ്ങൾ ഈ യാത്ര ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽഡ വർക്ക് ചെയ്തിരുന്ന വെച്ചാൽ കമ്പനി റിവോക്കായി. അതിൻ്റെ ലൈസൻസ് നഷ്ടപ്പെട്ടു. കാരണം ജോലി പ്രശ്നത്തിലായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു. അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ അങ്ങനെ ഒരു ജോലി തേടിയിട്ടുള്ള യാത്രയാണത് ആക്ച്വലി. അപ്പോൾ 1-2 സ്ഥലത്ത് പോയിട്ട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ജോലിക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പല ആൾക്കാരെ കാണാനുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു 1-2 ദിവസം 2-3 ദിവസം എടുത്തുള്ള യാത്രകളായിരുന്നു ഇതൊക്കെ. വളരെയധികം സുഹൃത്തുക്കളുണ്ട് UK പല ഭാഗങ്ങളിൽ. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻ്റർവ്യൂസിനും വേണ്ടിയിട്ടുള്ള യാത്രകളാണിതെല്ലാം. ഇവിടേക്ക് എന്തോരം പറമ്പാണ് വെറുതെ കിടക്കണേ. ആർക്കും വേണ്ടാണ്ട് ചുമ്മാ കിടക്കണം. പുറമ്പോക്കെ സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാം ആൾക്കാർ വല്ല ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. അതൊന്നുമില്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കച്ചവടങ്ങൾ ചെയ്യാനോ എന്തെങ്കിലും പല രീതിയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണതാണ്. ഇവിടെ ഇതൊക്കെ ആരും ശ്രദ്ധിക്കാതെ ചുമ്മാ കിടക്കുന്ന കുറേ സ്ഥലങ്ങളാണ്. ഇവിടേക്കൊന്നും ആൾക്കാർ പോകാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു. അത് അങ്ങോട്ട് നോക്കൂ, ചെറിയൊരു തോട് പോലെ ഉണ്ട്. അവിടെ മീൻ പിടിക്കാനൊക്കെ പറ്റുമെന്ന് അറിയത്തില്ല. മീനൊക്കെ ഉണ്ടോ? അവിടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയെന്ന് വെച്ചെങ്കിൽ അവിടേക്കൊന്ന് പോകാമായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും എൻ്റെ പ്രിയതമയും കുട്ടിയൊന്നും കണ്ടില്ലല്ലോ എന്ന്. അവരെവിടെ ഇവിടെ എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഇതായിരിക്കുന്നു, രണ്ടുപേരും നല്ല പണിയിലാണ്. എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ പുറത്ത് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതൊന്നും നോക്കാൻ നേരമില്ല. നോട്ടം കണ്ടില്ലേ. ഇതിപ്പോൾ ബസ് യാത്ര കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല വാഹനങ്ങൾ മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരമുണ്ട്. ലണ്ടനിൽ നിന്ന് ഒത്തിരി ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ.
അങ്ങനെ ഇവിടെ പുറത്ത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ രണ്ടുപേരും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണോ എന്തോ ഇവരൊക്കെ എന്തിനാ യാത്ര ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. യാത്ര ആസ്വദിക്കാത്ത രണ്ട് പേർ. ഇനി ട്രെയിനിൻ്റെ അകം കാണിച്ചു തരാം. ഇതാണ് ട്രെയിനിൻ്റെ ഉള്ള്. എങ്ങനെയുണ്ട്? നമ്മൾ ഇന്ത്യൻ റെയിൽവേ ഇതൊക്കെ ഒന്ന് കാണണം. ഇതൊരു റെയിൽവേ സ്റ്റേഷനിൽ കൂടി പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നല്ല റെയിൽവേ സ്റ്റേഷൻ. ഇതെന്ന് വെച്ചാൽ അധികം ആൾക്കാരൊന്നുമില്ല ഇവിടെയുള്ള ഈ പുറത്ത് കൺട്രി സൈഡിലുള്ള റെയിൽവേ സ്റ്റേഷനിലൊന്നും അധികം ആളുകൾ ഉണ്ടാകത്തില്ല. കണ്ടോ, ഒരാൾ പോലും ഇല്ല. അയ്യോ ഉണ്ട്, കുറച്ച് പേരുണ്ട്, കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ സ്ഥലങ്ങൾ മാറി 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 ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന സ്ഥലം എത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇതാണ് ആ സ്ഥലം. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. നല്ല പച്ച നിറമുള്ളൊരു ഭംഗിയുള്ള ട്രെയിൻ. ഓക്കെ, അങ്ങനെ ട്രെയിനിൽ ടാറ്റ പറഞ്ഞു. ടാറ്റ, ബൈ ബൈ, സി യു. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. വാട്ടർ ബോട്ടിലാ? വാട്ടർ ബോട്ടിൽ, big water bottle. For what? For what? No, we have. അങ്ങനെ വിചാരിച്ച സോ നൈസ് റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ആരുമില്ല, പക്ഷേ ഒരാളാണ് ഇരിക്കണത്. ഒരാളുകൊണ്ട് അവിടെ ഒരു കാക്കയുണ്ട്. അടിപൊളി. നമ്മുടെ ലണ്ടനിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ റെയിൽവേ സ്റ്റേഷൻ. ആരുമില്ലാത്ത. ഇതെന്തിനു ഞാൻ എടുക്കണേന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? എന്താ ചോക്ലേറ്റ് അങ്ങനെ ദീർഘദൂരം യാത്രക്കൊടുവിൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇത് മറ്റൊരു ട്രെയിനിൽ കയറിയിട്ടുള്ള യാത്രയാണ് തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക്. ഫെലിമോൾക്ക് പിന്നെ അങ്ങനെ സ്ഥലങ്ങളൊന്നും കാണണ്ട. അവൾക്ക് ആ ടാബും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പണ്ടിസരി പാടി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടോയ്ലറ്റാണ്, ഒരു ശൗചാലയം. കണ്ടോ, എല്ലാം പുതിയ പുതിയ ടെക്നോളജിയാണ്, എല്ലാം ഇലക്ട്രിക്കാണ്. എല്ലാം കുറേ സ്വിച്ചസ് കണ്ടില്ലേ? ഡോറ് ഓപ്പൺ ചെയ്യാനും ലോക്ക് ചെയ്യാനും എല്ലാത്തിനും സ്വിച്ചസാണ്. ഈവൻ ഫ്ലഷ് ചെയ്യാൻ പോലും സ്വിച്ചാണ്. നല്ല ഭംഗിയുള്ള സീനറീസൊക്കെ മതിലിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ സ്വിച്ചസാണ്. ഡോറ് ഓപ്പൺ ചെയ്യാനും ലോക്ക് ചെയ്യാനും ഒക്കെയുള്ള സ്വിച്ചസാണ് കാണുന്നത്. നോ സ്മോക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്പോട്ടഡ് എ പ്രോബ്ലം, അതായത് എന്തെങ്കിലും ഇഷ്യൂ ടോയ്ലറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മെസ്സേജ് ചെയ്യുക, അവരൊന്ന് ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞത്. ഇത്
കൈയിടാനുള്ള സ്ഥലം. ആരുടേത്? ഓ, ഞാൻ തന്നെയായിരുന്നോ? അതവിടെ സോപ്പ്, വാട്ടർ, ഡ്രയർ, ഇതെല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. വെള്ളത്തിൻ്റെ അടിയിൽ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. സോപ്പ് വേണമെങ്കിൽ ഇപ്പുറത്ത് കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് വരും. എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. കൈ ഡ്രൈ ചെയ്യണമെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കാറ്റടിക്കും. ദാറ്റ്സ് റിയലി ഗുഡ്. പിന്നെ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലഷ് അടിക്കാം. ഫ്ലൈറ്റിലൊക്കെയുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇതും ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ടിഷ്യൂസ് വേണമെങ്കിൽ അവിടെ കയറ്റി വലിച്ചിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ വരും. അതിൻ്റെ താഴെ തന്നെ ബിന്നുണ്ട്. ഇപ്പോൾ ഡബിൾ ഓക്കെ. ഡോറ് തുറക്കണമെങ്കിൽ ആ സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഡോറ് തുറന്നു വരും. അതാ ഡോർ തുറക്കുന്നു. അതും ഓട്ടോമേറ്റഡ് ആണ്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നമ്മളെ സീറ്റിൽ പോയിരിക്കാം. ഇതാണ് ഒരു ട്രെയിനകത്തുള്ള ഒരു ടോയ്ലറ്റാണ് നിങ്ങളെ കണ്ടത്. ഈ ഡോർ തുറക്കണമെങ്കിലും അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അടുത്ത ഡോർ തന്നെ ഓട്ടോമാറ്റിക്കലി തുറക്കും. ഓ, മമ്മി മോളും കൂടി ഇവിടെ ടാബിലെ കീബോർഡ് കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം. പിന്നെ ഇങ്ങനെ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ കളിച്ചു. കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. Yes, I like it. He did it in the kingdom. I in the manner. I always play that. It's my friend, my dad, my mom. സത്യം പറഞ്ഞാൽ ഇപ്പൊ സുഖമൊന്നും ഉള്ളു ലണ്ടനില്. എലിമോളു എലി മാറിക്കോട്ടെ മാറിക്കോട്ടെ. നല്ല നീളത്തിലുള്ള ഒരു എസ്കലേറ്ററാണ്. ഈ ഇവിടുത്തെ എസ്കലേറ്ററിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് റൂളുണ്ട്. റൈറ്റ് സൈഡിൽ വേണം നിൽക്കാൻ. നമ്മൾ നടന്നു പോകുന്നില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വേണം നിൽക്കാൻ.
അതെ കയറി ലിവർപൂൾ സ്ട്രീറ്റിലേക്ക് പോകണോ? ലിവർപൂൾ സ്ട്രീറ്റിലേക്ക് പോകണോ? ഇതുവരെ യാത്ര ചെയ്തത് ഓവർഗ്രൗണ്ടാണ്. അങ്ങനെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലെത്തി. ഇനി നേരെ ലണ്ടനിലേക്ക് പോകാം. അങ്ങനെ ലണ്ടനിലുള്ള തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ കം അപ്പ് വിത്ത് നെക്സ്റ്റ് വീഡിയോ ആസ് സൂൺ ആസ് പോസിബിൾ. ബൈ.